ഞങ്ങളീ പോണത് എങ്ങോട്ടാ നിങ്ങൾക്ക് അറിയോ? 5 വർഷത്തെ എന്റെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ആ ഒരു ദിവസം വന്നതിരിക്കാണ് കേട്ടോ. എന്റെ ചാനല് 100K സബ്സ്ക്രൈബ് ആയിരിക്കാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നും നമുക്കൊരു പ്ലേ ബട്ടൺ വന്നിട്ടുണ്ടെന്ന് നമ്മുടെ അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടോ, കൊറിയർ സർവീസിൽ നിന്ന്. അങ്ങനെ ഞാനും എന്റെ മക്കളും നാത്തൂനും മക്കളും ഒക്കെ ആയിട്ട് കൊറിയർ സർവീസിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ആ ചേട്ടൻ ആ ഒരു നമ്മുടെ ബോക്സ് ഒക്കെ നല്ല ഭദ്രമാക്കി തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസമാണ് കൊറിയർ വന്നത്, അതായത് ഞായറാഴ്ച. നമ്മുടെ കയ്യിൽ കിട്ടുന്ന തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ. നമ്മളെ ചെല്ലുന്ന തിങ്കളാഴ്ച ദിവസമായിരുന്നു. ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കല്യാണത്തിനൊക്കെ ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് അത് മേടിക്കാനായിട്ട് പോയത്. ചേട്ടൻ ചോദിച്ചു കേട്ടോ, എന്താണ് നമ്മുടെ ചാനൽ എന്നൊക്കെ ചോദിച്ചു. ചാനലിന്റെ പേര് വിവരങ്ങളൊക്കെ നിങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു നിമിഷം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ കാത്തിരുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു പ്ലേ ബട്ടൺ. അങ്ങനെ അത് ഇപ്പൊ എന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞിരിക്കാൻ പറ്റുന്നൊരു ഹാപ്പിയാണ്. ഇത് കഷ്ടപ്പെട്ട് കിട്ടവർക്ക് അറിയാം അതിന്റെ വില എന്താണെന്നുള്ളത്. കാണുന്നവർക്ക് ചുമ്മാ ഇതുപോലൊരു ഇതായിരിക്കാം, പക്ഷെങ്കില് അത് എത്ര ഹാർഡ് വർക്ക് ചെയ്ത് നേടിയവർക്ക് മാത്രമേ ഉള്ളൂ അതെന്തുമാത്രം വിലപ്പെട്ടതാണെന്ന്. അങ്ങനെ ഞാനും ഒരുപാട് ഹാപ്പിയിലാണ് കേട്ടോ. വണ്ടിയിൽ വെച്ച് തന്നെ എന്റെ മക്കളും നാത്തൂനും മക്കളൊക്കെ കൂടിയിട്ട് അത് പൊളിച്ചടുക്കിട്ടോ. അവർക്ക് അപ്പൊ തന്നെ കണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പാക്കിംഗ് എല്ലാം പൊളിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് അൺബോക്സിംഗ് വീഡിയോ ചെയ്യാന്നൊക്കെ. എവിടെ കേൾക്കാന്, എല്ലാരും കൂടി അതിന് വട്ടം പിടിക്കായിരുന്നു. എനിക്കതിനെന്തെങ്കിലും സംഭവിക്കുന്ന നേരത്തെ ഞാനും പേടിച്ചിരിക്കാൻ കേട്ടോ. എന്നാലും എല്ലാവർക്കും ഒത്തിരി ഹാപ്പി. ഈ ഒരു മൊമെന്റിന് വേണ്ടി ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇതിനുവേണ്ടി എന്തുമാത്രം ഹാർഡ് വർക്ക് ഉണ്ടെന്ന്. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ ചാനലിന്റെ പുറകെയാണ് കേട്ടോ. നമുക്ക് ഒന്നല്ല 2-3 ചാനലൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ചാനലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പൊ വ്യൂസ് ഒക്കെ തീരെ കുറവാണ്. അതുപോലെ തന്നെ വൈകുന്നേരം ഞാൻ എന്റെ ഹസ്ബൻഡ് കയ്യിലും കൂടെ കൊടുത്തിട്ടോ. അങ്ങനെ ഹസ്ബൻഡ് ഇത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒരു ലെറ്റർ ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ആ യൂട്യൂബിന്റെ സിഇഒയുടെ ഒരു സൈനൊക്കെ ചെയ്തിട്ടുള്ള നമുക്ക് കൺഗ്രാജുലേഷൻ ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര നല്ല കംഫർട്ടബിൾ പാക്കിംഗ് ആണ് കേട്ടോ. അതാണ് മസ്റ്റായിട്ട് പറയേണ്ടത്. ഒരിക്കലും പൊട്ടിപ്പോകാത്ത രീതിയിലുള്ള നല്ലതായിട്ട് രീതിക്ക് ഒരു പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അത് കേടായി പോകാതിരിക്കാനും ഈർപ്പം തട്ടാതിരിക്കാനൊക്കെയുള്ള ഇതെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ഉള്ളൊരു അവസരം ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണം തോന്നി. കാരണം നിങ്ങളെല്ലാം കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ എനിക്ക് 100K സബ്സ്ക്രൈബ് ആയത്. സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ.